ഹലോ, എൻ്റെ പേര് ബിജോയ്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഹേ, അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലത്തെ ഒരു ആനിമേഷൻ വീഡിയോ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇത് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലാതെ കോൺടാക്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ നന്ദി പറയുകയാണ്. അപ്പം ചിലവർക്കൊക്കെ ഫേസ് കാണിക്കാനുള്ള മടിയുണ്ട്, പക്ഷേ അവർക്ക് എന്താ പറയുക, പക്ഷേ വീഡിയോ ചെയ്യണം, എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ചെയ്യാൻ അറിയാം, ഐഡിയ അറിയാം, പക്ഷേ ആ ഒരു മടി, ഫേസ് കാണിക്കാനുള്ള മടി കാരണം അവർ ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലി ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബ് വഴി നിങ്ങൾക്ക് ഇതുവഴി ഈ മെത്തേഡ് വഴി കാശുണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതൊരു ഐഡിയ ആണ്, അതെങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയുമാണ് ഞാനിന്ന് നിങ്ങൾക്ക് ഈ ട്യൂട്ടോറിയൽ വഴി കാണിക്കാൻ പോകുന്നത്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്, നമുക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാം അത് തന്നെ ചെയ്തോളും. വോയിസ് ഓവറും എല്ലാ കാര്യങ്ങളും, ഇപ്പം നിങ്ങൾക്ക് ഇനി സ്വന്തമായിട്ട് വോയിസ് ചെയ്യാൻ വരെ മടിയുണ്ടെന്നുണ്ടെങ്കിൽ അതുവരെ ചെയ്യാനുള്ള മെത്തേഡ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ്. ഓക്കെ, അപ്പം നേരെ നമുക്ക് വലിയ കാര്യങ്ങളൊന്നും പറയുന്നതിന് മുമ്പ് വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ഇതിൻ്റെ നമുക്ക് 3 ടൂളാണ് വേണ്ടത്. ഓക്കെ, ആദ്യം നിങ്ങൾ ജസ്റ്റ് നമുക്ക് അഡോബിൻ്റെതായിട്ടുള്ള ആനിമേറ്റ് ഫ്രം ഓഡിയോ, ഇതിനെല്ലാം നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ടൊന്നും വേണ്ട, നമുക്ക് ബ്രൗസറിൽ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാം. ഇനിയിപ്പോൾ മൊബൈലാണെന്നുണ്ടെങ്കിലും കമ്പ്യൂട്ടർ ആണെന്നുണ്ടെങ്കിലും, നിങ്ങൾക്കിപ്പം ലിനക്സ് ആണ് നിങ്ങൾ സോഫ്റ്റ്വെയർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മാക്ക്, ഏത് സാധനമാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുവഴി ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആനിമേറ്റ് ഫ്രം ഓഡിയോ ഈ ഒരു ഇത് വേണം. ഓക്കെ, അതേപോലെ മംഗ്ലീഷ് കീബോർഡ്. ഓക്കെ, ജസ്റ്റ് നമ്മുടെ മംഗ്ലീഷ് കീബോർഡ് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയല്ല, നിങ്ങൾ ജസ്റ്റ് ക്രോമിലോ എല്ലാം പോയിട്ട് മംഗ്ലീഷ് എന്ന് അടിക്കുക. അപ്പോൾ ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട എല്ലാ വീഡിയോസിൻ്റെ പാരഗ്രാഫ് ഫുള്ളും ഇതിൻ്റെ അകത്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ, ഹലോ നോക്കട്ടെ, ഹലോ കണ്ടോ, എല്ലാവർക്കും. ഇപ്പം നിങ്ങൾക്ക് വോയിസ് കൊടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ആണ് ഞാൻ ഈ ഒരു ഐഡിയ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. നിങ്ങൾക്കിപ്പോൾ എന്തിനെക്കുറിച്ചാണോ, നിങ്ങൾക്കിപ്പോൾ ഒരു വീഡിയോ ചാനൽ തുടങ്ങി ഇപ്പോൾ കിഡ്സിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, എന്നെ ഒരാൾ വിളിച്ചിരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലത്തെ ആനിമേഷൻ വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിഡ്സൊക്കെ വീട്ടിലുള്ളതുകൊണ്ട്, കുട്ടികൾ വീട്ടിലുള്ളതുകൊണ്ട് അറിയാം, അവർ ഏറ്റവും കൂടുതൽ മൊബൈലിൽ കാണുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ആനിമേറ്റഡ് വീഡിയോസ് വരുന്ന സമയത്ത് അവരെന്ത് ചെയ്യും, ഇരുന്ന് കാണുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ അതിന് മില്യൺസ് ഓഫ് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു മറുപടിയായിട്ട് എടുത്താൽ മതി ഈ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ എന്തിനെക്കുറിച്ച്, കിഡ്സിനെ കുറിച്ചിട്ടാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോറി ആണ് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സ്റ്റോറിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കിഡ്സിൻ്റെ സ്റ്റോറി ആണെങ്കിൽ കിഡ്സിൻ്റെ സ്റ്റോറി, ഇപ്പോൾ ഫാക്റ്റായിട്ട് വേണമെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പോ എന്തിനെക്കുറിച്ചിട്ടായിക്കോട്ടെ നിങ്ങൾക്ക് പറയാം, അറിയാം, പക്ഷേ നിങ്ങൾക്ക് ആ ഫേസ് കാണിക്കാനുള്ള മടി. അപ്പോൾ നമുക്കൊരു ആനിമേറ്റഡ് തരത്തിൽ വീഡിയോ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത് നമുക്ക് വേണ്ട ഒരു ടൂളെന്ന് പറഞ്ഞാൽ ഈ നറാക്കിത്ത് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഇത് നറാക്കിത്ത് തന്നെ എന്തോ ഞാൻ വായിച്ചത് അങ്ങനെ ആയിപ്പോയി. ഓക്കെ, അപ്പോൾ ഈ നറാക്കിത്ത് എന്ന് പറയുന്ന ടൂളിൽ നമുക്ക് മലയാളം, ഓക്കെ, ഈ ലാംഗ്വേജിൻ്റെ സെലക്ഷനിൽ ഇവിടെ മലയാളം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മംഗ്ലീഷ് കീബോർഡിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ ഹലോ എന്ന് അടിച്ചില്ലേ, ജസ്റ്റ് ഈ ഹലോനെ എടുത്തു കഴിഞ്ഞാൽ അതിനെ ഞാൻ കോപ്പി ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് സ്ക്രിപ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ജസ്റ്റ് അതിനതുകൊണ്ട് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത്രയും വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഓപ്ഷൻസാണ് ഉള്ളത്, അതായത് 1 2 3 4 5 6 ഓക്കെ, ഇതിൻ്റെ അകത്ത് ഓരോന്നായിട്ട് നമുക്ക് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ അജയിനെ സെലക്ട് ചെയ്തിട്ട് ഈ പ്ലേ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, 4 നദികളാണ് കേരളത്തിലുള്ളത്, അവയിൽ 4 ഓക്കെ, അടുത്ത് ഉമേനെ സെലക്ട് ചെയ്തു. 4 നദികളാണ് കേരളത്തിലുള്ളത്, അവയിൽ 4 പടിഞ്ഞാറോട്ടുള്ളൂ. അടുത്ത് കാർത്തികേയനെ സെലക്ട് ചെയ്യാം. 44 നദികളാണ് കേരളത്തിലുള്ളത്, അവയിൽ 41 പടിഞ്ഞാറോട്ടുള്ളൂ. 44 നദികളാണ്. ഓക്കെ, ഈ വോയിസ് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇത് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത്. ഇത് 44 നദികളാണ് കേരളത്തിലുള്ളത്, അവയിൽ 41. അപ്പം നമുക്ക് അത് വേണ്ട, നമുക്ക് ഉമേനെ എടുക്കാം. ഇനി വോയിസിൻ്റെ ഉണ്ട് കേട്ടോ, പ്രകാശ് ഞാൻ കാണിപ്പിച്ചു തരാം. 44 നദികളാണ് കേരളത്തിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഈ ഉമേനെ സെലക്ട് ചെയ്തു. 4 നദികളാണ് കേരളത്തിലുള്ളത്. 4 നദികളാണ്. ഓക്കെ, ഞാൻ ഈ ഉമേനെ സെലക്ട് ചെയ്തു. ഹലോ എവിടെ ടൈപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കുക, ജസ്റ്റ് ക്രിയേറ്റ് ഓഡിയോ കൊടുക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഓഡിയോ ക്രിയേറ്റായി വരും. അപ്പം കുറച്ച് സമയം എടുക്കും, പിന്നെ നിങ്ങളുടെ നെറ്റ്വർക്കിൻ്റെയൊക്കെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഓക്കെ, അതാ വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പ്ലേ എന്നുള്ളൊരു ഓപ്ഷനിൽ കൊടുക്കുക. ഹലോ കണ്ട, അതായത് നമ്മളവിടെ കൊടുത്ത്, ഇപ്പോൾ ഹലോ എന്നാണല്ലോ ഞാൻ കൊടുത്തത്, അപ്പോൾ ഹലോ. ഓക്കെ, അതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 3 ഡോട്ടുള്ളതിൽ കൊടുത്തതിന് ശേഷം അവിടെ ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ, എവിടെയും കൊടുക്കാം. ഇങ്ങനെ ഡൗൺലോഡിൻ്റെ അവിടെ കൊടുക്കുന്ന സമയത്ത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഓക്കെ,
അപ്പോൾ നമ്മുടെ ഓഡിയോ സെറ്റപ്പ് എല്ലാം കഴിഞ്ഞു. ഇനിയാണ് നമ്മുടെ അടുത്ത സൈറ്റ്, അതായത് ആനിമേറ്റഡ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൈറ്റ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ പോയിട്ട് ആനിമേറ്റ് ഫ്രം ഓഡിയോ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഈ ഒരു ഫസ്റ്റത്തെ ക്ലിക്ക്, അതായത് ഫസ്റ്റത്തെ ലിങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു ഇൻ്റർഫേസ് ഓപ്പൺ ആയിട്ട് വരും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ സൈസ് എന്നുള്ള സെക്ഷനിൽ ആദ്യം പോവുക. ഇപ്പം നിങ്ങൾ ഷോർട്സ് ആണോ നിങ്ങൾ ചെയ്യുന്നത്? ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിൻ്റെ ഷോർട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്രേറ്റ് എന്നാണ് പറയുന്നത്. അതായത് ലാൻഡ്സ്കേപ്പ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇടുമ്പോഴത്തെ വീഡിയോ. പോർട്രേറ്റ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നീളത്തിനുള്ള ടൈപ്പ് വീഡിയോ. കുഞ്ഞുങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഷോർട്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഷോർട്സ് ആണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സൈസ് എന്നുള്ള സെക്ഷനിൽ പോവുക. ജസ്റ്റ് യൂട്യൂബോ ഇപ്പം ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ എവിടെയാണ്, അല്ലെങ്കിൽ കസ്റ്റം സൈസോ ഇടാം. അപ്പോൾ ഞാൻ യൂട്യൂബ് എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ അകത്ത് ലാൻഡ്സ്കേപ്പ് വീഡിയോ എന്നും കൊടുത്തിട്ടുണ്ട്, ഷോർട്സ് എന്നും കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ ഷോർട്സിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ടൈപ്പിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഒരു ഇതെടുക്കുന്നു. ഓക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു. അടുത്ത ക്യാരക്ടർ സെക്ഷനിൽ പോവുക. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് കസ്റ്റം ബാക്ക്ഗ്രൗണ്ട് ഇടാം കേട്ടോ, നിങ്ങളുടേതായിട്ടുള്ള ഇമേജ് ഇടാം. അപ്പം നിങ്ങൾ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അടുത്ത ക്യാരക്ടർ എന്ന് പറയുന്ന സെക്ഷനിൽ പോവുക. ജസ്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ, അല്ലെങ്കിൽ വലിയ ആർക്കാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ക്യാരക്ടറൊക്കെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫണ്ണി ആയിട്ടുള്ള തരത്തിലുള്ള ഒരു ക്യാരക്ടർ എടുക്കുക. അതായത് കുഞ്ഞുങ്ങൾ കാണും എന്നുള്ളത്. ഇപ്പം ഞാനൊരു ഗോട്ടിനെ എടുക്കുകയാണ്. ഓക്കെ, ഇതിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഈ 4 കോർണർ നിങ്ങൾ കാണുന്നുണ്ടോ, അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ മൊബൈലിലാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ ക്യാരക്ടർ സ്കെയിൽ എന്നുള്ളൊരു ഓപ്ഷനിലുണ്ടാവും. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ സൈസാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ നമ്മൾ ഈ കുഞ്ഞു പിള്ളേരൊക്കെ സ്റ്റോറികൾ കേൾക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമുള്ള ആൾക്കാരാണല്ലേ. അപ്പം അവർ ഏറ്റവും കൂടുതൽ കാണുന്നതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്റ്റോറികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലത്തെ ഈ മംഗ്ലീഷ് കീബോർഡിൽ വന്നിട്ട് ഒന്നേ ടൈപ്പ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്റ്റോറി വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്ന പോലെ ഈ റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടണിൽ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഷോർട്സ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 സെക്കൻഡിന് കണക്കായിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി, അതായത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സ്റ്റോറി നിങ്ങൾ എന്ത് ചെയ്യുക, വായിച്ചു കൊടുക്കുക. എന്നിട്ട് ആ സമയത്ത് തന്നെ എന്ത് ചെയ്യും, അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഈ വീഡിയോ നമ്മൾ ഇപ്പം വായിച്ചില്ലേ അത് വച്ചിട്ട് ഈ ഒരു ആനിമേറ്റഡ് വീഡിയോ ചെയ്തു തരും. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇപ്പം ഞാനിപ്പോൾ ഓൾറെഡി അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തു, അതിനെ കോപ്പി ചെയ്തു, നരാക്യത്തിൽ കോപ്പി ചെയ്തിട്ടതിന് ശേഷം അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫയലുണ്ട്. നമുക്ക് ഓൾറെഡി ഫയലുണ്ട്. ഇപ്പോൾ ഫയൽ ഇല്ല എന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഈ റെക്കോർഡ്. അപ്പം ഞാൻ ഈ ബ്രൗസ് എന്ന് പറയുന്ന സെക്ഷനിൽ പോകുന്നു. അവിടെ നിന്ന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഓഡിയോ ഫയൽ, ഞാൻ ജസ്റ്റ് ഒരു ഓഡിയോ ഫയൽ എടുക്കുന്നു, അതിനെ ഇവിടെ അപ്ലോഡിങ് കൊടുക്കുന്നു. ഓക്കെ, അപ്ലോഡിങ് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുറച്ച് സമയം എടുക്കും. അതായത് നമ്മുടെ നെറ്റ്വർക്ക് സ്പീഡ് തന്നെയാണ് വീണ്ടും. ഓക്കെ, അപ്പോൾ നെറ്റ്വർക്ക് സ്പീഡിനനുസരിച്ച് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ മ്യൂസിക് ആയിക്കോട്ടെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മ്യൂസിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബിൽ ഇപ്പോൾ ഷോർട്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് മ്യൂസിക്, ഇപ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ കേൾക്കുമല്ലോ. അപ്പോൾ ആ പാട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു ലിപ്സിങ്ക് അതിനനുസരിച്ച് ഉണ്ടാവും. എന്നിട്ട് യൂട്യൂബ് ഷോർട്സിൻ്റെ അകത്ത് കയറിയതിന് ശേഷം നമ്മൾ യൂസ് ചെയ്ത ഒരു പോർഷനിലുള്ള ആ വോയിസിനെ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം യൂട്യൂബിൽ നിന്ന് ആ ഷോർട്സിൻ്റെ ഓഡിയോ എടുക്കുക. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. അതായത് അല്ലെങ്കിൽ നമുക്ക് കോപ്പിറൈറ്റ് കിട്ടും. നിങ്ങൾക്കിപ്പോൾ ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് കാവാലയ സോങ് എടുക്കുകയാണ്, ആ സോങ് ഞാൻ എടുക്കുന്നു, അത് വെച്ചിട്ട് ഇതേപോലൊരു വീഡിയോ ചെയ്യുകയാണ്, ആനിമേറ്റഡ് വീഡിയോ. പക്ഷേ ഇതേപോലെ നേരെ എടുത്ത് ഞാൻ യൂട്യൂബിലോട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കറക്റ്റ് ലിപ്സിങ്ക് നോക്കിയിട്ട് യൂട്യൂബിൻ്റെ ഷോർട്സിൻ്റെ അകത്ത് തന്നെ നമുക്ക് ആ പാട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അത് ഈ ഒരു ലിപ്സിങ്കിലാക്കുക. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ ഇരുന്ന് കാണുന്ന സമയത്ത് എന്തായാലും ഒരു ഗോട്ട് ഇരുന്നിട്ട് ഇങ്ങനെ പാടുകയാണ്. അപ്പം അവർക്കൊരു ആ ക്യൂരിയോസിറ്റി കാരണം അവരെന്ത് ചെയ്യും, കണ്ടുകൊണ്ടിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ചെയ്ത കാര്യം ഞാനിപ്പോൾ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ജസ്റ്റ് നോക്കിയോ. അതായത് നമ്മൾ കൊടുത്ത ഒരു ഓഡിയോ ഈ ഒരു ലിപ്സിങ്ക് അനുസരിച്ച് നിങ്ങൾ ആ ഇതിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടേ, ഇത് തന്നെ എനിക്കും പറയുള്ളൂ, നോക്കിക്കൊണ്ടിരിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ വീഡിയോസിനായിട്ട്. ഓക്കെ, ഇതുപോലെ ഇപ്പം ഞാൻ ഉദാഹരണം കാണിച്ച ഒരു സെക്ഷനാണ്. ഇപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വലിയ ആനിമേറ്റഡ് വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ വേറെ ഒന്നും അറിയില്ല, ഒരു കാര്യമില്ല. ഓക്കെ, ഇത് ഇപ്പോൾ ഡൗൺലോഡ് കൊടുക്കുക.
ഇതൊന്ന് ഡൗൺലോഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു വീഡിയോ ആയി കഴിഞ്ഞു. വീണ്ടും നമ്മൾ പഴയതുപോലെ എന്ത് ചെയ്യുക, ആ ഒരു സെക്ഷനിൽ പോയതിന് ശേഷം ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് ഒരു ക്യാരക്ടറിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അതായത് ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് ഇതിപ്പോൾ ബിജോയ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അടുത്ത് വീണ്ടും ബിജോയ് 2 എന്നുള്ളൊരു ക്യാരക്ടർ. അപ്പോൾ ഞാനിപ്പോൾ ഗോട്ടിനെ മാറ്റുകയാണ്. ഗോട്ടിനെ മാറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഏതെങ്കിലും വേറൊരു ക്യാരക്ടറിനെ സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇത് ഗോട്ടിനെ നോക്കുന്ന ആളാണെന്ന് വയ്ക്കുക. എന്നിട്ട് ഞാൻ അടുത്ത് ഇനി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, അതായത് ഇവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ പോലെ. അതായത് നീ ഇന്ന് കാപ്പി കുടിച്ചായിരുന്നു, ഓക്കെ. അടുത്ത് ഞാൻ കഴിച്ചായിരുന്നു, ഓക്കെ. അപ്പോൾ ഇതേപോലത്തെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്തു വെച്ചതിന് ശേഷം ഇതിനെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യോജിപ്പിച്ചിട്ട് ഒരു വലിയൊരു എന്താ പറയുക, ഇനി ഒരു ആനിമേറ്റഡ് മൂവി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച്, ഓക്കെ, നിങ്ങളുടെ സ്കില്ലിനനുസരിച്ച് സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്കിത് ഈ ഒരു വീഡിയോ ഉപകാരമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ആൻഡ് പിന്നെ വലിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലർക്ക് ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വീഡിയോ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലാവണില്ല എന്ന്. ഒരു എന്താ പറയുക, അത് മനസ്സിലാക്കാനും ഒരു ഇത് വേണം. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെന്യുവനായിട്ട് താഴെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മനസ്സിലായില്ല എന്ന് പറയുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, എനിക്ക് എന്താ പറയുക, ഇൻസ്റ്റഗ്രാമിലോ വല്ല മെസ്സേജ് അയയ്ക്കുക. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട്, നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന ഭാഗം, ഇപ്പോൾ ഇതിൽ ഡൗട്ട് വരേണ്ട കാര്യമില്ല, എന്നാലും ഡൗട്ട് വരുന്ന കാര്യം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് മാക്സിമം ക്ലിയർ ചെയ്യുന്നതാണ്. അതുപോലെ അടുത്ത വീഡിയോ വരുന്നതെന്ന് പറഞ്ഞാൽ വൈറ്റ് ബോർഡ് ആനിമേഷൻ വീഡിയോ ആണ്. അത് ഞാൻ ഇത്തിരി വലിയ ലോങ് വീഡിയോ ആയിരിക്കും. ഇതിപ്പോൾ സിമ്പിൾ വീഡിയോ ആണ്, അത് ഇത്തിരി നല്ല ലോങ് വീഡിയോ ആയിരിക്കും. കാരണം സ്റ്റെപ്പായിട്ട് ഞാൻ വൈറ്റ് ബോർഡ് ആനിമേഷൻ വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ആനിമേറ്റഡ് വീഡിയോ വരുന്നുണ്ട്, ബ്ലെൻഡറിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത് വളരെ സമയമെടുക്കും. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കണേ ഉള്ളൂ. ബ്ലെൻഡറിൽ നമുക്കൊരു വീഡിയോ ചെയ്യാമെന്നുള്ളത് ഭയങ്കര പാടാണ്. അപ്പോൾ ആനിമേറ്റഡ് വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്ക് ബ്ലെൻഡറിനെ കുറിച്ചിട്ട് അറിയായിരിക്കാം അത് എന്തുമാത്രം പാടാണെന്നുള്ളത്. ഓക്കെ, ആ ഒരു സെക്ഷനും വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് വീണ്ടും ഞാൻ പറയുന്നു, സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം. ബൈ ബൈ.